നമുക്കിന്നേ കിട്ടിലും ടേസ്റ്റുള്ള ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. ഈ മുളക് ചമ്മന്തി എന്ന് പറയുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്ക് ചോറിന് കൂട്ടാം, കപ്പയും അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ട്, കാച്ചിൽ, ചേമ്പ്, ചേന ഇതൊക്കെ ഒരുമിച്ച് പുഴുങ്ങിയിട്ട് അല്ല അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ല മുളക് ചമ്മന്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ സ്കൂളിൽ മിക്കവാറും കൊണ്ടുപോകുമ്പം അവരെല്ലാം പറയും, ടീച്ചർ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല ഭയങ്കര ടേസ്റ്റിയാണെന്നൊക്കെ പറയും. അപ്പോൾ കിടിലനായിട്ടുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. നമുക്ക് എളുപ്പം ഉണ്ടാക്കാം, രാവിലെ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം, വീഡിയോ മുഴുവൻ കാണണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ അറിയിച്ചാൽ കൊള്ളാം. ഓക്കെ. ഇതിനായിട്ട് വേണ്ടത് ചരടൻ മുളക്, ഉഴുന്നുപരിപ്പ്, അതുപോലെ കൊച്ചുള്ളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഉപ്പ്, കറിവേപ്പില, ഒരു 2 വെളുത്തുള്ളി അല്ലി, അതുപോലെ ഇഞ്ചി ഒന്ന് ചതച്ച് വെക്കുന്ന നല്ലതാണ്. പിന്നെ ഒരല്പം പഞ്ചസാരയും കൂടെ വേണം. ഇനി ഞാൻ ആദ്യം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ടിട്ട് ഈ ഉഴുന്നുപരിപ്പ് ഒരു ഇളം ബ്രൗൺ കളറാകുന്ന വരെ അതൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് അത് മൂത്ത് കഴിയുമ്പം അതിലേക്ക് കൊച്ചുള്ളി ഇടുക. ആദ്യം കൊച്ചുള്ളി ഇടണം, കാരണം വെച്ചാൽ കൊച്ചുള്ളിക്ക് ഒരു ശകലം മൂപ്പ് വേണം, ഇച്ചിരി വഴന്ന് വരാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് ആദ്യം കൊച്ചുള്ളി ഇടുന്നു. കൊച്ചുള്ളി ഇട്ടതിന് ശേഷം അത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനോടൊപ്പം നമ്മൾ ബാക്കി ചേരുവകൾ, അതായത് പിന്നെ വെളുത്തുള്ളി 2 അല്ലി മതി കേട്ടോ, കാരണം വെച്ചാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒത്തിരി ഇറച്ചി നിന്ന് അഴുക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ ചതച്ച ഇഞ്ചി, ഇത് നന്നായിട്ട് വഴന്നിട്ട് അത് നല്ലൊരു ഒരു പകുതി ബ്രൗൺ നിറമാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് എന്ന് പറയുമ്പോൾ ചരടൻ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ വലിയ എരിവില്ല. എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാണ്ടിമുളകും കൂടെ ചേർത്താൽ എരിവ് കൂടുതൽ കിട്ടും. ഇപ്പം നമുക്ക് എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റുക, അത്രേ ഉള്ളൂ. വഴറ്റി നന്നായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. കാരണം വെച്ചാൽ ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് പിന്നെ ചതച്ചെടുത്താൽ മതി, ക്രഷ് ചെയ്തെടുക്കുക. അതെന്ന് വെച്ചാൽ ഒത്തിരി അരഞ്ഞു പോകാതെ, നമ്മൾ സാധാരണ വെള്ളം ചേർത്ത് അരയ്ക്കുന്ന പോലെ അരയ്ക്കരുത്. ഒന്ന് ക്രഷ് ചെയ്ത് നല്ല ഒരു ചെറുതായിട്ടൊന്ന് കടിക്കണം. എന്ന് വെച്ചാൽ ഈ ഉഴുന്നുപരിപ്പ് കടിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ്, തിന്നാനൊരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് ചതച്ചിടുക. ചതച്ച് പറഞ്ഞാൽ ഒത്തിരി എന്താ പറയുക, തീരെ ഇതാകല്ല. അതിൻ്റെ കൂടെ പുളി ചേർക്കണം, അതുപോലെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയതായിട്ട് ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടെ, ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഇത് വറുത്തിട്ട് കോരി വെച്ചില്ലേ, ആ എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഈ കൂട്ടരച്ച അങ്ങോട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി വെക്കണം. അപ്പോൾ വഴറ്റി കഴിയുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കൊച്ചുള്ളി ചേർത്തായതുകൊണ്ടേ ഈ വഴറ്റിയാലേ ഉള്ളതിന് അത് കേടാവാതിരിക്കത്തുള്ളൂ. എന്നിട്ട് ഇനി അന്നേരം നമുക്ക് നോക്കാം, ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർക്കാം. നല്ല പരുവത്തിന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇത് നല്ല സ്വാദുള്ള ഒരു കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ചോറിനോ അല്ലെങ്കിൽ ഈ അപ്പത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കിയത്, അപ്പത്തിന് മോനൊക്കെയാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഏറ്റവും നല്ല ഒരു കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.